ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും USMO എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് എത്രയായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു? അന്ന് 11th നിന്ന് അതിലെ ഒരു 1 കട്ട് ചെയ്ത് ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതായാലും തീർച്ചയായിട്ടും തേറ്റിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടുമെന്ന് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ അദ്ദേഹം കണ്ടു പഠിക്കട്ടെ, ചെയ്ത് പഠിക്കട്ടെ എന്ന് കരുതി. ഹായ് ഓൾ, ഞാനുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ USMO എക്സാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു നിമിഷത്തിലാണുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് ഫസ്റ്റ് റാങ്കുകാരനാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു മോൻ്റെ? അഭികൃഷ്ണ. എവിടുന്ന വരുന്നത് അഭികൃഷ്ണ? ഞാൻ കായംകുളത്തുനിന്ന് വരികയാണ്. ഓക്കെ, കോട്ടക്കൽ നിന്ന് കായംകുളം എന്നുള്ളത് വളരെ വലിയൊരു ദൂരമാണ്. ഓക്കെ, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ USMO എക്സാം? നല്ല എക്സാം ആയിരുന്നു. എന്താ ഒരു പുതിയ എക്സ്പീരിയൻസ് തോന്നിയോ, അതോ മുമ്പ് ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ ഓൾറെഡി എഴുതി പരിചയമുണ്ടോ? ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും USMO എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് എത്രയായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു? അന്ന് 11th നിന്ന് അതിലെ ഒരു 1 കട്ട് ചെയ്ത് ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു പോകുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. നമുക്ക് ഇത്തരത്തിലുള്ള എക്സാംസിന് നേരത്തെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? സാർ, ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് USMOയുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തൊക്കെ തീർച്ചയായിട്ടും എക്സാമിന് ചെയ്തു, ഉപകാരം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്ത് പറയുന്നു അമ്മ, മകൻക്ക് ഫസ്റ്റ് റാങ്ക്, അതും 100-ലധികം വിദ്യാർത്ഥികളൊക്കെ എഴുതുന്ന ഒരു എക്സാമിൽ ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് വളരെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇത്രയും ദൂരത്തുനിന്ന് മകനെ ഇങ്ങനത്തെ ഒരു എക്സാമിന് ഇവിടെ എത്തിക്കാനുള്ളൊരു കാരണം ഫാമിലി എല്ലാവരും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സാമിന് അത്രയും ദൂരത്തുനിന്ന് വരാനുള്ളൊരു റീസൺ എന്താണ്? അത് തന്നെ വളരെ സന്തോഷം, വളരെയധികം നന്ദിയുണ്ട്. ഇത് എൻ്റെ മോനെ ഇനി നമുക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡല്ലേ, അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് അവനെ ഒന്ന് പ്രാപ്തനാക്കുക. അവൻ സ്കൂളിലെ തലത്തിൽ അവിടെ ഒതുങ്ങിക്കൂടാതെ ഇനിയുള്ള എക്സാമുകൾ, ലോകം എന്ന് പറയുന്നത് എക്സാമുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്നും പല പല തരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ ഉള്ളതെന്നും, അപ്പോൾ അവനെ അതിനെ പ്രാപ്തനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്ര ദൂരത്തു നിന്നായാലും വന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടുമെന്ന് അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ അദ്ദേഹം കണ്ടു പഠിക്കട്ടെ, ചെയ്ത് പഠിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാരൻസ് ആണ് നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഉള്ളത്. കാരണം തൻ്റെ മക്കളുടെ കാര്യത്തിൽ എക്സാമുകളിൽ, സ്കൂൾ എക്സാമുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടികളെ കോമ്പറ്റീഷൻ വേൾഡിലേക്ക് നയിക്കുന്ന രൂപത്തിൽ, അത് അവിടെ ദൂരമോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമാക്കാതെ എക്സാം എഴുതി ഒരു പുതിയ എക്സ്പീരിയൻസ് നേടി തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, അവരുടെ ഫ്യൂച്ചറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് ഫ്യൂച്ചറിലാവാൻ ആഗ്രഹമായിട്ടുള്ളത്? ഒരു MBBS ഡോക്ടർ എടുത്തതിന് ശേഷം IAS പോകണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ആവണം, സിവിൽ സർവീസ് ഏരിയയിലേക്കും പോകണമെന്നുണ്ട്. ഓക്കെ, ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, സഫലീകരിക്കട്ടെ, നന്നായിട്ട് എന്ത് ചെയ്യാം, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.